കാസർഗോഡ് ചെറുപുഴ തയ്യേനിയിൽ ഉരുൾപൊട്ടൽ. അതിശക്തമായ ഉരുൾപൊട്ടലിൽ കല്ലും മണ്ണുമടക്കം ഒഴുകി ജനവാസ കേന്ദ്രത്തിലേക്കെത്തി. കോലുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ റെസ്ക്യൂവിന്റെ പ്രവർത്തനമായിട്ട് വന്നതാണ്. ആ സമയത്ത് രണ്ട് പ്രദേശത്തും വെള്ളം കയറി ഞങ്ങളും ഇപ്പോൾ ഇവിടെ കുടുങ്ങിയിട്ടാണ് ഉള്ളത്. ബാംഗ്ലൂർ കാസർഗോഡ് ചെറുപുഴ തയ്യേനിയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ ഉരുൾപൊട്ടൽ കല്ലും മണ്ണും അടക്കം ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നമുക്കിപ്പം രക്ഷാപ്രവർത്തകനായിട്ടുള്ള ശ്രീ രാകേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാകേഷ്, ഇപ്പോഴെന്താണ് അവസ്ഥ? അതായത് തയ്യേനിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ചെറുപുഴ, കോൽവള്ളി, പാലാവയൽ എന്നീ ഭാഗങ്ങളിൽ അതികഠിനമായ വെള്ളക്കയറ്റമാണ്, ഭയങ്കരമായ വെള്ളക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ റിവർ റാഫ്റ്റിങ്ങിന് വന്ന ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു 3 കുട്ടികൾ ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്ന രാജേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ആണ്. ഞങ്ങൾ ആ കുട്ടികളെ സേഫായിട്ട് ഒരു വീട്ടിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെയെല്ലാം ഇവിടുന്ന് റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. വെള്ളം ഇപ്പോഴും നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കോലുവള്ളി ഉണ്ടായ ഒരു കമ്പിപ്പാലം തീർത്തും തകർന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രദേശങ്ങളും പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ 5ഓളം സ്ഥലത്ത് വെള്ളം കയറി വളരെ ദുഷ്കരമായ അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അതായത് അവിടെ എത്ര കുടുംബങ്ങളെ നിലവിൽ ഇത് ബാധിച്ചിട്ടുണ്ട്? എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ? കാരണം എണ്ണാൻ പറ്റില്ല. കാരണം അതുപോലെ കുടുംബങ്ങൾ, കാരണം എല്ലാ പ്രദേശത്തും ഓരോ സ്ഥലത്ത് ഈ റെസ്ക്യൂ പ്രവർത്തകരടക്കം കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിലുണ്ട്. കാരണം ആ പ്രദേശത്തുള്ളവരെ മാത്രം ഒരു 10 വീട് 15 വീടുള്ളവരെ മാത്രം മാറ്റാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത് ഓരോ സ്ഥലത്തും. അത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്ത് ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഇതിലാണ് ഉള്ളത്. പയ്യന്നൂരിൽ ഇപ്പം ഡെങ്കി അടക്കമുള്ള ഫയർഫോഴ്സിന് മറ്റ് ആധുനിക സജ്ജീകരണങ്ങളുള്ള വണ്ടികൾ ഇപ്പം പുറപ്പെട്ടിട്ടുണ്ട്. നിലവിൽ പെരിങ്ങോ സ്റ്റേഷനിലുള്ള എല്ലാ പ്രവർത്തകരും അതുപോലെ തന്നെ വളണ്ടിയറും സന്നദ്ധ സംഘടനകളും നിലവിൽ ഈ പ്രദേശത്ത് എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വീടുകളിലേക്കെല്ലാം ഇതുവരെ അങ്ങനെ മനസ്സിൽ പോലും വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്കെല്ലാം വെള്ളം കയറി വല്ലാത്തൊരവസ്ഥ, ഭീകരാവസ്ഥയിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു അവസ്ഥയാണ് വരുന്നത്. കാരണം രാത്രിയിൽ ഏത് രീതിയിലാണ് എങ്ങനെ വാഹനങ്ങൾ വരുന്നു പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ആംബുലൻസ് പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണുള്ളത്. നിലവിൽ ഇതുവരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിലവിൽ മലയോര മേഖലയുള്ളത്. തീർത്തും ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ ഉണ്ടാവുന്നത് എന്നുള്ളതാണോ? ജനപ്രതിനിധികൾ ഒക്കെ അവിടേക്ക് എത്താൻ പറ്റുന്ന അവസ്ഥയുണ്ടോ? എങ്ങനെയാണ് ഈ ക്രമീകരിക്കുന്ന രക്ഷാപ്രവർത്തനം? ഇവരാർക്കും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്കാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, രാത്രിയാവുന്നതനുസരിച്ച് സങ്കീർണമാവുകയാണ്. അദ്ദേഹം അവിടെ സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട്, തിരക്കൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരുപാട് കുടുംബങ്ങളെ ഇതിനകം ഈ ബാധിച്ചിരിക്കുന്നു, നിലവിൽ ഈ കെടുതി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഉരുൾപൊട്ടൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്ന ആളുകൾക്ക് പോലും പരസ്പരം സംസാരിക്കാൻ, കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത, കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത വിധത്തിലേക്ക് ഇപ്പോൾ ഈ പ്രശ്നം ഗുരുതരമായി കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില കുട്ടികളെ ഉൾപ്പെടെ അവർ രക്ഷപ്പെടുത്തി ചില വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് സേഫായി എന്ന് പറയുന്നു. കല്ലും മണ്ണുമൊക്കെ ജനവാസ മേഖലയിലേക്ക് ഒഴുകിയെത്തുകയാണ്.